പടന്ന പഞ്ചായത്തിൽ നടന്ന വാർഡ് വിഭജനത്തിൽ പ്രതിഷേധം ശക്തമാക്കി UDF. പടന്നയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടും അധികാരവും കവർന്നെടുക്കുന്ന നടപടിയിൽ നിന്നും LDF സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ടും പടന്ന പഞ്ചായത്തിൽ നടന്ന വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ചുമാണ് UDFന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. അവർക്ക് വേണ്ട രീതിയിൽ വാർഡുകൾ വിഭജിച്ചുകൊണ്ട് വാർഡ് വിഭജനം നടത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ആ ജനങ്ങൾ നിങ്ങൾക്ക് എതിരായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്ന വിശ്വാസത്തോടുകൂടിയാണ് നിങ്ങളുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിൽ നിങ്ങൾ നടത്തിയാലും വിഭജനം നടത്തിയാലും നിങ്ങൾക്ക് ഈ 38 പഞ്ചായത്ത് 3 മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും UDFന്റെ കൈകളിൽ എത്തിച്ചേരുന്നത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കാരണം അത്രയും തരംതാഴ്ന്ന രീതിയിൽ ഈ 8 വർഷം കൊണ്ട് ഈ കേരള സർക്കാരിന്റെ ഭരണം അത്രയും തരംതാഴ്ന്ന രീതിയിൽ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ പെൻഷൻ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ട് പെൻഷൻ കിട്ടാത്ത പേരിന് മാത്രം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം 2 മാസത്തെ പെൻഷൻ അനുവദിക്കുകയും DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. UC മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. VKP ഹമീദ് അലി, KP പ്രകാശൻ, PKC റൌഫ്, TKC മുഹമ്മദ് അലി ഹാജി, PK താജുദ്ദീൻ, മാമുനി രവി, PV മുഹമ്മദ് അസ്ലം, P ബുഷ്ര, K സജീവൻ, TP മുത്തലിബ് ഹാജി, K അബ്ദുൽ നാസർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.